ഹലോ, വെൽക്കം ടു ഏഞ്ചൽസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. ഇന്ന് നമുക്കൊരു ടൂട്ടി ഫ്രൂട്ടി കേക്ക് റെഡിയാക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ 50 ഗ്രാം അൺസോൾട്ടഡ് ആയിട്ടുള്ള ബട്ടർ ഒരു ബൗളിലേക്ക് എടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1/3 കപ്പ് പഞ്ചസാര പൊടിച്ചത് കൂടി ചേർത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 2 മുട്ട കൂടി ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഓരോ മുട്ട വീതം ചേർത്താണ് നമ്മളിവിടെ ബീറ്റ് ചെയ്തെടുക്കുന്നത്. അതോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്താണ് നമ്മൾ ബീറ്റ് ചെയ്യുന്നത്. മുട്ടയുടെ സ്മെല്ലൊക്കെ ഇല്ലാതിരിക്കാനാണ് നമ്മളിതുപോലെ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മളിത് നല്ലപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനു വേണ്ടി മറ്റൊരു ബൗളിലൊരു അരിപ്പ വെച്ച് 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ചേർക്കാം. അതോടൊപ്പം തന്നെ ഒരു നുള്ളു ഉപ്പ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ലാസ്റ്റായിട്ട് 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കാം. ഈ മിക്സ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കുന്നതിന് 1/4 കപ്പ് മാത്രം ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. ഇത് നമുക്ക് പതിയെ ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച മൈദ മിക്സിലേക്ക് 1/4 കപ്പ് ടൂട്ടി ഫ്രൂട്ടി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് നേരെ നമ്മുടെ കേക്ക് ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചേർത്തതിന് ശേഷം വീണ്ടും നമുക്ക് പതിയെ ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ എന്ന് പറയുന്നത് നല്ല തിക്കായിട്ടുള്ള ബാറ്റർ ആയിരിക്കും. നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാനുള്ള ടിന്ന് നമ്മൾ ഓൾറെഡി ബട്ടർ പേപ്പർ വെച്ച് ഓയിലി ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ കേക്ക് ബാറ്റർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതേപോലെ ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ലെവൽ ചെയ്തതിന് ശേഷം ടൂത്ത് പിക്ക് കൊണ്ടൊന്ന് വരഞ്ഞിട്ട് നല്ലപോലെ ഒന്ന് നമുക്ക് ടാപ്പ് ചെയ്തെടുക്കാം. ഇതിൻ്റെ മീതെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി കൂടി ഞാൻ ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കേക്ക് റെഡിയാക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ഓവൻ സെറ്റപ്പ് ഇവിടെ പ്രീ ഹീറ്റ് ചെയ്തിട്ടിരുന്നു. 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരുന്നു. ഇനി ഇതിലേക്ക് നമുക്കൊരു സ്റ്റാൻഡ് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ കേക്ക് ടിൻ കൂടി വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് മൂടി വെച്ച് നല്ലപോലെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഏകദേശം 35 to 40 മിനിറ്റിനിടയിൽ നമ്മുടെ കേക്ക് ഫുള്ളായിട്ട് ബേക്കായി കിട്ടും. കറക്റ്റ് 35 മിനിറ്റിൽ ഞാനത് തുറന്ന് നോക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ ഫുള്ളായി സെറ്റായിട്ട് കാണാം. നമുക്ക് ടൂത്ത് പിക്ക് കൊണ്ട് സെൻറ്റർ ഭാഗത്തായിട്ടൊന്ന് കുത്തി നോക്കാം. ഒട്ടും തന്നെ ഒട്ടിപ്പിടിച്ചിട്ടില്ല. ഇത് നല്ലപോലെ ചൂടാറിയതിന് ശേഷം നമുക്കിതിൽ നിന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. കൂടെ തന്നെ ഇതിൻ്റെ ബട്ടർ പേപ്പർ കൂടി നമുക്കൊന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടൂട്ടി ഫ്രൂട്ടി കേക്ക് ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വളരെ ചെറിയ ക്വാണ്ടിറ്റി വെച്ചാണ് ഈ കേക്ക് ഇവിടെ റെഡിയാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ നല്ല എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയൊരു കേക്ക് റെസിപ്പിയാണിത്. അപ്പോൾ ഓവനൊന്നും ഇല്ലാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഈ കേക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ ഇതേപോലെ ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു നൊസ്റ്റു ഫീലിംഗ് ഉള്ളൊരു കേക്ക് തന്നെയാണിത്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത റെസിപ്പിയായിട്ട് കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.